അക്ഷരങ്ങൾക്കിടയിൽ ഒരു മയിൽ ഉള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ചുമ്മാ ഇരുന്നാണ് ഈ പ്രേക്ഷകരെടുത്ത് പള്ളു വിളിക്കുന്ന എന്തൊരു ഞാൻ മയിൽ എന്നാണ് പറഞ്ഞത്. MILE ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഒരെണ്ണം തെറ്റിപ്പോയാൽ അറിയാലോ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന്. ഏത് കാര്യം പറഞ്ഞാലും അപ്പോഴും നെഗറ്റീവ് അടിക്കും. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയാമേ. എന്തായാലും ഞാൻ ചീത്ത വാക്കല്ല പറഞ്ഞത്, മയിൽ എന്നാണ് പറഞ്ഞത്. മയിൽ. അത് തന്നെ ഞാൻ പറഞ്ഞത്. മാന്യ പ്രേക്ഷകർ മര്യാദ അറിയാവുന്ന രീതി പറഞ്ഞോളൂ. അപ്പൊ രണ്ട് അക്ഷരങ്ങൾക്കിടയിൽ, ഈ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അക്ഷരമാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ A ആണെങ്കിൽ നമ്മൾ നോക്കണം മയിൽ അതിന്റെ ഫ്രണ്ടിലും ഏറ്റവും ലാസ്റ്റും നമ്മൾ ചേർത്ത് നോക്കണം ആ അക്ഷരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് വരുന്നുണ്ടോന്ന്. അതുപോലെ ഒരേ അക്ഷരങ്ങളുള്ള സംഭവം, ഒരേ അക്ഷരങ്ങളാണ് രണ്ട് സൈഡിലും വരുന്നത്. ആ അക്ഷരങ്ങൾ ഏതാണെന്ന് കമന്റ് വഴി അറിയിക്കുക. എന്തോ എനിക്ക് കത്തിയില്ല. VMTV ന്യൂസിന്റെ ദ കിങ് ഓഫ് ദ ഡേയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 രസകരമായ സ്വാഗതം പറയാൻ വിട്ടുപോയി. ഉറങ്ങരുത്. ഒരു പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് ഉറങ്ങാതെ ഇരുന്ന് ആ സ്വാഗതം മറ്റുള്ളവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറുകൾ നമ്മുടെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ഏത് ആൻസർ വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ കമന്റ് വഴി ആ 10 ക്വസ്റ്റിന്റെയും കറക്റ്റ് ആൻസർ നൽകുന്ന ഒരാളിൽ നിന്നും നമ്മൾ സമ്മാനം കൊടുക്കാനായിട്ട് ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കും. അയാളാണ് ഇന്നത്തെ ദ കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കിങ് ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോകാം അല്ലേ? അതെ. അപ്പോൾ കൂടുതൽ നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ബോറടി ഒന്നും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊട്ടുകൂട്ടാം പക്ഷെ സദ്യക്ക് വിളമ്പാറില്ല. എന്താണ്? നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റും പക്ഷെ സദ്യക്കൊന്നും വിളമ്പുന്ന സാധനമൊന്നുമല്ല. എന്താണ്? തൊട്ട് കൂട്ടാം എന്ന് പറയാം. തൊട്ട് കൂട്ടാൻ പറ്റുന്ന സാധനമാണ്. ഈ തൊട്ട് കൂട്ടാൻ എന്ന് പറയുന്നത് ഒരു ഉപമയാണ്. വലുതല്ലേ നമ്മൾ പാക്കറ്റിൽ മൊബൈൽ കണക്കൊക്കെ ഇട്ടുകൊണ്ടിടക്കണല്ലേ? അതെ. കുട്ടികളും ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കത്തില്ല. ജോലിയുള്ള ആൾക്കാർക്കൊക്കെ ഓഫീസിലൊക്കെ ഇങ്ങനെ ടേബിളിന്റെ എനിക്ക് മനസ്സിലായി. കച്ചവടക്കാർക്കൊക്കെ കാണും. അതെ, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ല. ഇതിന് ഉത്തരം പറയാനുള്ളത് മാന്യ പ്രേക്ഷകരല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കും. അതെ, അടുത്ത ചോദ്യം. എപ്പോഴും തറയിലാണ് ഈ ഒരു സാധനം കിടക്കുന്നത് പക്ഷെ അഴുക്ക് പറ്റൂല. എന്തുകൊണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സൂര്യന്റെ വരവ് പോക്ക് അനുസരിച്ച് ചില സമയത്ത് നമ്മളെ ഫ്രണ്ടിൽ നിൽക്കും, ചില സമയത്ത് നമ്മളെ ബാക്കിൽ നിൽക്കും, ചിലപ്പോൾ സൈഡിലായിരിക്കും. രാത്രിയായാൽ രാത്രി വെട്ടം ഉണ്ടെങ്കിൽ ചെറിയ ലൈറ്റിലൊക്കെ നമുക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും. അല്ലാതെ വെട്ടമില്ലാത്ത സമയത്ത് ഒരു സംഭവം കാണാനേ പറ്റത്തില്ല. പക്ഷേ നമുക്ക് തറയിലാണ് ഈ ഒരു സാധനം എപ്പോഴും കിടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ അഴുക്ക് പറ്റത്തില്ല. നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് അടി കൊടുക്കാൻ പറ്റൂലല്ലേ? ഇല്ല. എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായി നമുക്ക് പിടിക്കാനും പറ്റൂലേ. മാന്യ പ്രേക്ഷകരായി നിങ്ങൾ രണ്ടാമത്തേനും കറുത്ത കളറിലാണ് കമന്റ് ചെയ്യൂ. അതെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുറകോട്ട് നടന്ന് ചെയ്യുന്ന ഒരു ജോലി എന്താണ്? പണ്ടത്തെ ആൾക്കാർ ഈ ഒരു ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്, പണ്ടുള്ള ആൾക്കാർ. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മുടെ ഇവിടെയൊന്നും ഇല്ല, തമിഴ്നാട്ടിലേക്കാണ് കൂടുതൽ ഈ ഒരു സംഭവം ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണത്? പുറകോട്ട് നടന്ന് ചെയ്യുന്ന ജോലി. പണ്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. നമ്മൾ പുറകോട്ട് നടന്ന് ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യും. മണ്ണിലൊരു സാധനം ഇങ്ങനെ നടുന്ന ഒരു ജോലിയാണ്. എനിക്ക് മനസ്സിലായി. കുറെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. ശരി. അപ്പൊ ഉത്തരം തെറ്റുകൂടാതെ ടക്കന എന്ന് പറഞ്ഞാൽ ഒരു സമയം കളയാതെ കമന്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുന്നിൽ വാലുള്ള ജീവി ഏതാണ്? ഇതിന്റെ മുന്നിൽ വാലുണ്ട്. കുഴപ്പിക്കണ ചോദ്യങ്ങളെ ചോദിക്കാതിരിക്കും. പിന്നെ ആവശ്യമില്ലാത്ത ഈ ഒരു സംഭവം പിന്നെ കുട്ടിക്കാലത്ത് നീന്തി കളിക്കും പക്ഷെ വലുതാകുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു സംഭവമാണ്. ചാടിക്കളിക്കുന്നതില് ഒരു പച്ച ചാടിക്കളിക്കാൻ വേണ്ടി വേറെ എങ്ങും പോകണ്ട. നമ്മുടെ സിവിൽ സപ്ലൈയിൽ പോയി നിന്ന് ഒരു കുപ്പി വാങ്ങിച്ച് അടിച്ചു കഴിഞ്ഞാൽ ചാടിക്കളിക്കുകയോ നീന്തി കളിക്കുകയൊക്കെ ചെയ്യാം. എന്താ ചോദ്യം? അദ്ദേഹത്തിന് ഈ ഒരു ചിന്ത, കുപ്പി വെച്ച് അടിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ക്ലൂ കൂടെ തരാം. ഈ ചാടി കളിക്കുന്ന പ്രായത്തില് പച്ച കളറുള്ള സാധനത്തെ നമ്മൾ പിടിച്ച് കട്ട് ചെയ്ത് കഴിക്കാറൊക്കെ ഉണ്ട്, പാചകം ചെയ്ത് പൊരിച്ചൊക്കെ.
എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? എന്തായാലും ഉത്തരം മടി കൂടാതെ അയക്കും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യൻ താമസിക്കുന്ന വനം ഏതാണ്? മനുഷ്യൻ താമസിക്കുന്ന വനം എന്താണ്? വനം. അപ്പൊ മനുഷ്യൻ താമസിക്കുന്നത് വീടാണെന്ന് അറിയാലോ. വീടിന്റെ മറ്റൊരു പേരാണ്, എന്താണെന്ന് അറിയാം? വനം. വനത്തിന്റെ ഫ്രണ്ടിൽ ഒരു അക്ഷരം കൂടെ ചേർത്താൽ മതി. വാമനൻ. വാമനൻ ഒന്നുമല്ല. വാമനൻ അതേപോലെ ഒരു വാക്കാണല്ലോ. അതേപോലത്തെ വാക്കൊന്നുമല്ല. വാമനൻ, വാനാൻ, ആവനൻ, അതല്ലേ? അങ്ങനെ ഒരു ഉത്തരവാണല്ലോ. വനത്തിന്റെ ഫ്രണ്ടിൽ ഒരൊറ്റ അക്ഷരം കൂടെ ചേർത്താൽ അത് തന്നെ മാന്യപ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി. ടക്കന ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 അക്ഷരങ്ങൾക്കിടയിൽ ഒരു മയിൽ ഉള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ചുമ്മാ ഇരുന്നാണ് ഈ പ്രേക്ഷകരെടുത്ത് പള്ളു വിളിക്കുന്ന. എന്തൊരു ഞാൻ മയിൽ എന്നാണ് പറഞ്ഞത്. MILE. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഒരെണ്ണം തെറ്റിപ്പോയാൽ അറിയാലോ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന്. ഏത് കാര്യം പറഞ്ഞാലും അപ്പോഴും നെഗറ്റീവ് അടിക്കും. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാമേ. എന്തായാലും ഞാൻ ചീത്ത വാക്കല്ല പറഞ്ഞത്, മയിൽ എന്നാണ് പറഞ്ഞത്. മയിൽ. അത് തന്നെ ഞാൻ പറഞ്ഞത് മാന്യ പ്രേക്ഷകർ അറിയാവുന്ന രീതിയിൽ പറഞ്ഞോളൂ. അപ്പൊ 2 അക്ഷരങ്ങൾക്കിടയിൽ, ഈ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അക്ഷരമാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ A ആണെങ്കിൽ നമ്മൾ നോക്കണം മയിൽ, അതിന്റെ ഫ്രണ്ടിലും ഏറ്റവും ലാസ്റ്റും നമ്മൾ ചേർത്ത് നോക്കണം. ആ അക്ഷരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് വരുന്നുണ്ടോന്ന്. അതുപോലെ ഒരേ അക്ഷരങ്ങളുള്ള സംഭവം, ഒരേ അക്ഷരങ്ങളാണ് 2 സൈഡിലും വരുന്നത്. ആ അക്ഷരങ്ങൾ ഏതാണെന്ന് കമന്റ് വഴി അറിയിക്കുക. എന്തോ എനിക്ക് കത്തിയില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ കാണിക്കുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അക്ഷരമാണ്. ഞാൻ എന്റെ പ്രവൃത്തി കാണിച്ചില്ല. അപ്പോൾ എന്തായാലും മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നിങ്ങൾ കമന്റ് ചെയ്യൂ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം എന്താണ്? അത് ആക്കറിഞ്ഞൂടെ. വേറെ ചോദ്യം ചോദിക്കണേ. ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ദേഹം പറയും ഇസഡ് ആണെന്ന്. പക്ഷെ ഇസഡ് അല്ല. ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം എന്താണ്? അതിലെന്ത് നെഗറ്റീവ് ഇരിക്കുന്നത്? എല്ലാത്തിനും വെറും സില്ലി എന്ന് പറയാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി കാണും. പ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി കാണും. എന്തായാലും മടി കൂടാതെ കമന്റ് രേഖപ്പെടുത്തൂ. സമ്മാനം നേടും. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കണ്ണിൽ വയ്ക്കുന്ന അട എന്താണ്? കണ്ണിൽ വയ്ക്കുന്ന അട ഇദ്ദേഹത്തിനുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ, ഈ ഫേസിലോട്ട് നോക്കിയാൽ ആ ഒരു അട കാണാൻ പറ്റും. കണ്ണിൽ വയ്ക്കുന്ന അട എന്താണ്? അരിയട. അരിയട. അരിയടയാണോ? അരിയട ഇവിടെ ഇരിക്കുന്നത് അരിയട. ഈ ഫേസിലല്ലോ അരിയട. എന്തായാലും എന്റെ മാന്യ പ്രേക്ഷകർക്ക് എന്തായാലും പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് പെട്ടെന്ന് മനസ്സിലാക്കൂ. കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏതാണ്? ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം. ആട് ശബ്ദിക്കുന്ന, ആട് എങ്ങനെയാണോ വിളിക്കുന്നത് ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ആടിന്റെ അതെ, ആൻസർ പറഞ്ഞു. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നല്ല ക്ലൂ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് പടക്ക് ചടക്ക് പടക്കണ ഉത്തരം കമന്റിലൂടെ. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ. തലയിൽ കാലുള്ള ജീവി ഏതാണ്? തലയിൽ കാലുള്ള ജീവി. എന്തായാലും എന്റെ തലയിലുണ്ട് കേട്ടാ, സത്യം. തലയിൽ കാലുള്ള ജീവി ചെറുതല്ലേ? ചെറുതും വലുതും വൈറ്റ് കളറിലും കറുത്ത കളറിലും ഒക്കെ കാണപ്പെടും. തലയിൽ കാലുള്ള ജീവി. ഈ തലയിൽ നിറച്ചു അതാണ് പ്രേക്ഷകരെ. ഞാൻ ഇടയ്ക്ക് നോക്കിയതാണ്. ഇല്ല, ഒന്നുമില്ല, ചുമ്മാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ 10 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തു. 10 ക്വസ്റ്റ്യന്റെയും ആൻസറും കമന്റ് വഴി അറിയിച്ച് സമ്മാനത്തിനുള്ള ആ ഒരു ആകാംക്ഷയിൽ, ആർക്കാരെയും കിട്ടും എന്നുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളും പ്രേക്ഷകരും അതുപോലെയാണെന്ന് അറിയാം. എന്തായാലും ഒരുപാട് പേർ ഞങ്ങളെ ഈ പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ കമന്റ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അയക്കുന്ന എല്ലാ പേർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. അപ്പോൾ കിങ് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങൾ എങ്കിലും ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ ഒക്ടോബർ 30 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ആ ഒരു തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് വെക്കുന്നതാണ്. അപ്പോൾ ഓരോ എപ്പിസോഡിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വ്യക്തിയെ ഞങ്ങൾ പരസ്യമായി അറിയിക്കുകയും അതിനുള്ള ഗിഫ്റ്റ് പരസ്യമായിട്ട് നൽകുകയും അല്ലെങ്കിൽ നമ്മൾ അയച്ചു തരികയും ചെയ്യും. ഇവിടെ വന്ന് വാങ്ങുകയും ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാറായി.
മറ്റൊരു എപ്പിസോഡിൽ 10 രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് എളുപ്പമുള്ള ചോദ്യങ്ങൾ, എളുപ്പമല്ലെങ്കിൽ അതിനുള്ള ക്ലൂസ് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമന്റ് ഇട്ട് കിങ് ആവാൻ നോക്കുകയല്ലേ, അല്ലേ? അതെ അതെ അതെ. എന്തിനു മടിച്ചിരിക്കുന്നു? ഇത്രയും ക്ലൂ തന്നുള്ള അതാ ബാലരാമപുരം കൈത്തറിയുടെ അടിപൊളി തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. അപ്പൊ എങ്ങനെ എല്ലാവരും ഒന്നിച്ച് കമന്റ് ചെയ്യുകയല്ലേ?